മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസമാധാനത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ കാരണത്തെക്കുറിച്ചും അതിൽ നിന്ന് പൂർണ്ണമായൊരു മുക്തി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുമുള്ള സന്ദേശങ്ങൾ നൽകി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് അഭിമാനം ഉള്ളൊരു കാര്യം തന്നെയാണ്. ഈ സായം സന്ധിയിൽ ഈ പ്രദേശത്തോടും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തകരപ്പെട്ട ജീവിതത്തിന്റെ പുൽമേടുകളിലേക്കുള്ള നയിക്കപ്പെടലിന്റെ ഒരു സന്ദേശം നൽകി തരുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 14 ജില്ലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വടുവൃക്ഷമായിട്ട് തന്നെ മദ്യമല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഏവർക്കും കാണുവാൻ സാധിക്കുന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് വളരെ സുന്ദരമായ, വളരെ ഭംഗിയേറിയ, വളരെയധികം സഞ്ചാര കേന്ദ്രങ്ങളുള്ള ഒരു കേരളം തന്നെയാണ്. കുട്ടനാട്ടുകായലും വേമ്പനാട്ടുകായലും അറബിക്കടലും പശ്ചിമഘട്ടവും സൈലന്റ് വാലിയും അങ്ങനെ എണ്ണിയാൽ തീരാത്തതായ നിരവധി സഞ്ചാര കേന്ദ്രങ്ങളുള്ള സഞ്ചാരികളുടെ പ്രദേശയായ നമ്മുടെ കൊച്ചു കേരളം 38,863 ചതുരശ്ര കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്നതായ നമ്മുടെ കൊച്ചു കേരളം കിഴക്ക് സഹിപർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലുമായി കേരളത്തിന്റെ സൗന്ദര്യം അങ്ങനെ വാനോളം ഉയർന്നു പൊങ്ങുന്നു. കേരളത്തെ കുറിച്ചെന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്, ആവേശത്തിന്റെ നിമിഷമാണ്. മലയാളി കേരളം വിട്ടുകഴിഞ്ഞാൽ അവന്റെ ചോര തിളപ്പിക്കുന്ന, അവന് കേരള നാട് എന്ന് പറയുമ്പോൾ അവന്റെ സിരകളിൽ കൂടി കത്തിപ്പടരുന്ന ഒരു ആവേശം തന്നെയാണ് ഈ കേരളം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും അങ്ങനെ ഏത് രംഗത്തായി കഴിഞ്ഞാലും മലയാളി നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ബഹിരാകാശത്ത് വരെ മലയാളി എത്തിച്ചേരുന്നതായ ചരിത്രങ്ങൾ നമ്മൾ നവമാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്, നമ്മൾ വായിച്ചറിഞ്ഞതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വികസനത്തിന്റെ അറ്റിച്ചുകോടിയിലേക്ക് പടവുകൾ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന, ഏകദേശം ചവിട്ടിക്കയറി കഴിഞ്ഞിരിക്കുന്ന പ്രബുദ്ധരായ മലയാളികൾ, എന്നാൽ മനസ്സിന്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ട് ഉമ്മറക്കോലായിൽ വന്നു വീഴുന്ന മലയാള മനോരമയും മംഗളവും മാതൃഭൂമിയെല്ലാം തുറന്നു നോക്കുമ്പോൾ ഓരോ ദിനവും പുലരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ, നമ്മുടെ സഹോദരങ്ങൾ പലരും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിക്കടിമപ്പെട്ടിട്ട് അവർ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നൊരു കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. സ്വന്തം സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്തൊരു കൂട്ടം തലമുറ, അന്യനോട് സ്നേഹമില്ലാത്തൊരു കൂട്ടം തലമുറ, സ്വന്തം അപ്പനാണ് ആരെന്നും സ്വന്തം അമ്മയാരെന്നും സ്വന്തം സഹോദരങ്ങൾ ആരെന്നും അറിയാതെ രൂക്ഷമായ രീതിയിൽ മനുഷ്യൻ അധംപതിച്ചു പോയിട്ട് നാൽക്കാലികളെക്കാളും അധമമായി തീർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി, നമ്മളെല്ലാം വളരെ സ്വപ്നങ്ങളോടുകൂടി തന്നെ നമ്മുടെ തലമുറകളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. 3 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വയസ്സ് കഴിയുമ്പോൾ അംഗൻവാടിയിലേക്ക് അയക്കുന്ന പൈതൽ തിരികെ വരുമ്പോൾ അവൻ സന്തോഷത്തോടു കൂടി വന്നിട്ട് സ്വന്തം മാതാവിനെ കെട്ടിപ്പിടിച്ചിട്ട് അംഗൻവാടിയിൽ നടന്നതായ കാര്യാദികളെല്ലാം വളരെ വിശദീകരിക്കുവാറുണ്ട്. എന്നാൽ അവന്റെ പ്രായം ഇങ്ങനെ ഏറി വരുമ്പോൾ ഒരു 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് അങ്ങനെ അവൻ കൗമാര പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വന്തം വീട്ടുകാരിൽ നിന്ന് അവൻ പതുക്കെ അകലുവാൻ തുടങ്ങുന്നു. അവൻ കുടുംബക്കാരിൽ നിന്ന് പതുക്കെ അകന്നിട്ട് അവൻ ചില കൂട്ടുകെട്ടുകളെല്ലാം പെട്ടുകഴിയുമ്പോൾ അവന്റെ ആസക്തികളും അഭിരുചികളുമെല്ലാം മാറിമറിയാൻ തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഏകദേശം 12,644 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇതിന്റെ എല്ലാം പരിസരങ്ങളിലുള്ള കടയോരങ്ങളിലെല്ലാം തൂക്കിവച്ചിരിക്കുന്ന ഒരു ബാനർ പ്രകാരമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വ്യക്തിക്കും പുകയില ഉൽപ്പന്നങ്ങൾ നൽകി കൊടുക്കത്തില്ല എന്ന് ബോർഡുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കുരുന്നുകളുടെ കരങ്ങളിലേക്ക് മദ്യവും മയക്കുമരുന്നും MDMA-യും സ്റ്റാമ്പും അങ്ങനെ വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നൽകിക്കൊടുക്കുവാൻ മാഫിയകൾ ഏറെയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇതിനെല്ലാം അടിമപ്പെട്ടതായ ഒരു കൂട്ടം തലമുറ
സമൂഹത്തിൽ അവർ ചെയ്യേണ്ടതായ അവർ ഉത്തരവാദിത്തങ്ങളെ മറന്നുകളയുന്ന ഒരു കൂട്ടം തലമുറ അവർ അധാർമികതകൾക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ കൂടി വായിച്ചു കേട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയത്തെ തകർത്ത, നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചൊരു വാർത്ത പ്രകാരമായിരുന്നു. അങ്ങ് കോഴിക്കോടിന്റെ മണ്ണിൽ 24 വയസ്സുകാരനായ ആഷിഖ് എന്നൊരുവൻ ജന്മം നൽകി, അമ്മയെ ജന്മം നൽകി എന്ന കാരണത്താൽ അയൽവക്കത്തു നിന്നും ഒരു കത്തി വാങ്ങിക്കൊണ്ട് സ്വന്തം മാതാവിനെ നിഷ്കാരുണ്യം കൊലപ്പെടുത്തിയ വാർത്ത കേരളക്കര സ്തംഭനത്തോടുകൂടി കണ്ടതാണ്. വിശദമായ അന്വേഷണങ്ങളിൽ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് നവമാധ്യമങ്ങളിൽ കൂടി പറഞ്ഞത് പ്രകാരമായിരുന്നു ആ വ്യക്തി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരുന്നു. അയൽവക്കക്കാർ പ്രകാരമായിരുന്ന സഹോദരനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് അവൻ ഭവനത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ തിരികെ ഭവനത്തിൽ വരുമ്പോൾ സ്വന്തം അമ്മ ഭവനത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ അവൻ ഭവനത്തിൽ വന്നിരുന്ന് തുമ്മറത്തിണ്ണയിലിരുന്ന് എന്തൊക്കെയോ വലിക്കുവാറുണ്ടായിരുന്നു. അല്പനേരം അവിടെ ഇരുന്നിട്ട് അവൻ എവിടേക്കോ മറയപ്പെടുമായിരുന്നു. ആ വ്യക്തിയുണ്ടല്ലോ ലഹരി മരുന്ന് അടിമപ്പെട്ട് ആ വ്യക്തിയെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ട് ചികിത്സിച്ചതാണ്. ബാംഗ്ലൂരിൽ കൊണ്ട് ചികിത്സിച്ചനന്തരം മടങ്ങി വന്ന ആ യുവാവ് മടങ്ങി വന്ന് തന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ കാരണമായെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററുകൾക്കും ആ വ്യക്തിക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഏത് തലമുറകളെയും നശിപ്പിക്കുന്ന ഒരു പടുവൃക്ഷമായിട്ട് മദ്യമെന്ന മയക്കുമരുന്നെന്ന ഈ ദുർവസ്തു, ഈ വിഷവസ്തു മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം അറിയാം, കേരളത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം എതിരായിട്ട് പ്രഭാഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്നിനെ കുറിച്ചൊന്നും അവബോധമില്ലാത്ത ഒരു സമൂഹമല്ല ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തിന്റെ മണ്ണിൽ കല്ലുവാതിക്കൽ മദ്യദുരന്തവും കവറുത്താത്തയും മണിച്ചനും എല്ലാം നിങ്ങൾ കേട്ട് തടംപിച്ച അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ കൂടി കേട്ടുമറന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാലത്ത് ഒരുപറ്റം യുവാക്കളെ നശിപ്പിച്ചു കളഞ്ഞ വാറ്റു ദുരന്തത്തിന്റെ കഥകളെല്ലാം നിങ്ങൾ കേട്ടത് തന്നെയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അധാത്മികതയിൽ കിടക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം സമൂഹം ഞങ്ങളെ കേട്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ഈ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ജീവിതത്തിന്റെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തിരികെ വരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്നിട്ടും പലപ്പോഴും തിരികെ വരാൻ കഴിയാത്ത പലരും ഞങ്ങളെ സമീപിച്ചിട്ടുമുണ്ട് പ്രിയമുള്ളവരെ. അവരെല്ലാം പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചതാണ്, പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് നിർത്തുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ സിരകളിൽ ഇത് കത്തിപ്പടരുമ്പോൾ ഒരു പ്രത്യേക ആവേശമാണ് നിങ്ങൾക്ക് നൽകി തരുന്നത്. ആഘോഷങ്ങൾ വരുമ്പോൾ ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാത്തല്ലെങ്കിൽ ആഘോഷങ്ങളിൽ വേണ്ടും വിധം പങ്കുചേരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നെല്ലാം പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ സമകാലികർ പലപ്പോഴും ജയിലുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ളവരും പറയാറുണ്ട്, ഈ സന്ദേശം നിങ്ങൾ ഞങ്ങളോട് ഇപ്പോൾ പറയാതെ ഇതിനു മുന്നമേ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ നന്നായേനെ, ഞങ്ങൾക്ക് ഈ ദുരവസ്ഥ വരത്തില്ലായിരുന്നുവെന്നും പലപ്പോഴും പലരും പറയാറുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും സമൂഹത്തിന്റെ അധാർമികതയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ ഒരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ, ഒരു ഇസങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ, ഒരു പ്രത്യാശാസ്ത്രങ്ങൾക്കും കഴിയാതിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കരമെന്ന് പറയുന്നത് അത് പാപത്തിന്റെ കരം തന്നെയാണ്. സകല ഗ്രന്ഥങ്ങളും സകല വേദങ്ങളും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യം വിഷമാണെന്ന്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകം പ്രകാരം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഖുർആൻ പരിശോധിക്കുമ്പോൾ ഖുർആനുള്ളിൽ പറയുന്നൊരു കാര്യമുണ്ട്, മദ്യം അത് ഹറാമാണെന്ന്. മഹാഭാരതം പരിശോധിക്കുമ്പോൾ മഹാഭാരതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ദ്വാരകയിൽ മദ്യം നാശം വിതയ്ക്കുമെന്നറിഞ്ഞുകൊണ്ട് ദ്വാരകയിലെ രാജാവ് അവിടെ മദ്യം നിരോധിച്ചുവെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങൾക്കുള്ളിൽ, അലമാരകൾക്കുള്ളിൽ ഈ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലുമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ നിരത്തിവെച്ച ഗ്രന്ഥങ്ങളെല്ലാം അവിടെ തന്നെ പൊടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇതൊന്നും അനുസരിക്കാതെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പാപമെന്നതായ കറുത്ത കിരാതമായ
അക്കരമല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ള കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ആ പാപത്തിന്റെ പരിഹാരം വരാതെ മനുഷ്യന് മദ്യപാനത്തിൽ നിന്നോ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നോ സമൂഹത്തിൽ ചെയ്തു കൂട്ടുന്ന അധാർമികതകളിൽ നിന്നോ ഒരു വിമുക്തി നേടുവാൻ കഴിയത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. സകല മതങ്ങളും ഒരുപോലെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മനുഷ്യൻ പാപിയാണ്. സൂറ 47 ആയത്ത് 19 പറഞ്ഞു മനുഷ്യൻ പാപിയാണ്. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവരും പറയും ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അസതോമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവങ്ങളിലേക്കും ആർന്നയേക്കും. വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകവും പഠിപ്പിക്കുന്ന ഒരു കാര്യം പ്രകാരമാണ്, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ഒരുപക്ഷെ ഈ ഇസങ്ങളും ഗ്രന്ഥങ്ങളും ഒന്നും വിശ്വസിക്കാത്ത വ്യക്തിയാണ് താങ്കളെങ്കിൽ കവിവരന്മാരും എഴുതി വെച്ചത് ഇപ്രകാരമാണ്, പാപമില്ല നരനിങ് ഭൂതലെ ശിശുവിനുമുണ്ടല്ലോ കോപശീലം. അങ്ങനെ സകലരും അടിവരയിട്ട് അച്ചട്ടാൽ പറഞ്ഞൊരു കാര്യപ്രകാരം മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താതെ, മനുഷ്യന്റെ പാപത്തിന് വിമോചനം വരാതെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അസമാധാനത്തിന്റെ കരിങ്കൽ കെട്ടുകൾ തകരത്തില്ല എന്ന് സകല ഗ്രന്ഥങ്ങളും വിസങ്ങളും ഒരുപോലെ അടിവരയിട്ട് അച്ചട്ടാൽ പറഞ്ഞു. മനുഷ്യൻ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി കർമ്മങ്ങൾ നടത്തി, യാഗങ്ങൾ നടത്തി, കാണ്ടാഹങ്ങൾ നടത്തി. പക്ഷേ നേടിയെടുത്തില്ല മനുഷ്യൻ പാപവിമോചനം. നരബലിയും മൃഗബലിയും നടത്തി മനുഷ്യൻ, പക്ഷേ നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ലവന്റെ സമാധാനം. എന്നും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. പാപത്തിന്റെ വിമോചനം തേടിക്കൊണ്ട് കാതങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരുനാളങ്ങൾ കത്തിച്ചുകൊണ്ട് നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇന്നും പാപത്തിന്റെ വിമോചനത്തിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവ സത്യങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്റെ പാപത്തിന് ആര് പരിഹാരം വരുത്തുമെന്ന് അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവിനോട് നിലവിളിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പലരും അവതരിപ്പിച്ച ദൈവങ്ങൾ പലതും വെറും ശേഷിപ്പുകളായി അവശേഷിച്ചപ്പോൾ, തത്വം കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ദൈവത്തെ കണ്ടെത്താമെന്നും പാപമോചനം നേടിയെടുക്കാമെന്നും മരണാനന്തര ജീവിതം നേടിയെടുക്കാമെന്നും യവനായ തത്വശാസ്ത്രത്തിന് തത്വവക്താക്കളായ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തുടങ്ങിയ തത്വജ്ഞാനികളെ പോലുള്ളവർ പഠിപ്പിച്ച മതങ്ങളും മാർഗങ്ങളുമെല്ലാം വൃഥാവായി പോയപ്പോൾ നോക്കണം, അങ്ങ് പാലസ്തീനിന്റെ പച്ചമണ്ണിൽ 2023 വർഷങ്ങൾക്കപ്പുറം പിറവിയെടുത്തൊരു വ്യക്തിപ്രഭാവമുണ്ട്. അവന്റെ പേരത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശു ക്രിസ്തുവെന്ന്. പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തുവിൽ കൂടിയേ മനുഷ്യന് പാപത്തിന്റെ വിമോചനമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മദ്യത്തിന്റെ പേരിൽ, മയക്കുമരുന്നിന്റെ പേരിൽ, സമൂഹത്തിന്റെ ധാർമ്മികത പ്രവർത്തനങ്ങളുടെ പേരിൽ നിങ്ങൾ സന്ദേശയാത്രയെല്ലാം നടത്തിയിട്ട് ഒടുവിൽ കൊണ്ടു നിർത്തുന്നത് യേശു ക്രിസ്തുവിലാണെങ്കിൽ ഇതൊരു മതപ്രഭാഷണമല്ലേ, ഇതൊരു മതപരിവർത്തനത്തിന്റെ പ്രഭാഷണമല്ലേ എന്ന് ഒരുപക്ഷെ താങ്കൾ ചോദിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, താങ്കൾ കേൾക്കുക, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല. ഞങ്ങൾ മതം മാറ്റുവാൻ വന്നവരുമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതും മതത്തിന്റെ മാറ്റമല്ലായിരുന്നു, മറിച്ച് മനത്തിന്റെ പരിവർത്തനമായിരുന്നു. മതം മാറിയാൽ മനുഷ്യൻ പാപിയല്ലാതാവത്തില്ല. ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. മതം പൊട്ടി ആനയെ പിടിച്ചിട്ട് താങ്കൾ കാട്ടിൽ കൊണ്ട് വിട്ടു നോക്ക്, ആ മതം പൊട്ടി ആന കാടിന്റെ സന്തുലിത അവസ്ഥയെ തകിടം മറിക്കും. മതം പൊട്ടി ആനെ കൊണ്ടുവന്നിട്ട് ചങ്ങലക്കിട്ട് നോക്ക്, ആ മതം പൊട്ടി ആനയെ ചങ്ങല പൊട്ടിച്ചെറിയും. മതം പൊട്ടിയ ആനയെ പിടിച്ച് നാട്ടിൽ നിന്ന് വിട്ടു നോക്ക്, അല്ലെങ്കിൽ കൂട്ടിലൊന്നിട്ട് നോക്ക്, അവൻ കൂട് തകർത്തുകൊണ്ട് പുറത്തു വരും. അപ്പോൾ സ്ഥാനം മാറിയതുകൊണ്ട് മതം പൊട്ടിയ ആനയുടെ മതപ്പാട് മാറുന്നില്ല എങ്കിൽ മാറേണ്ടത് മതം പൊട്ടിയ ആനയുടെ സ്ഥാനമല്ല, ആ മതപ്പാടാണ് എങ്കിൽ മതം പൊട്ടിയ ആനയെപ്പോലെ അധാർമികതകളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മതമല്ല മാറേണ്ടത് മറിച്ച് മനുഷ്യന്റെ മനമാണ് മാറേണ്ടത്. മനത്തിന് പരിവർത്തനം വരുമ്പോഴേ മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പൂർണമായും മാറ്റം വരത്തുള്ളൂ. ആ മനത്തിന്റെ പരിവർത്തനമാണ് പ്രിയമുള്ളവരെ കണ്ടക്ഷോഭം ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇഹത്തിൽ അവതരിച്ചു വന്നൊരു വ്യക്തിപ്രഭാവം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യൻ പാപം ചെയ്ത്, മനുഷ്യൻ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് അകന്നുപോയി. അവൻ പാപത്തിന്റെ പടികുഴിയിൽ ജീവിച്ചുകൊണ്ട് കാലാകാലാന്തരങ്ങളിൽ കർമ്മങ്ങളും യാഗങ്ങളും ബലികളും എല്ലാം നടത്തിയിട്ടും പാപത്തിന്റെ പരിഹാരം വരികയോ ദൈവത്തോടടുക്കുവാൻ കഴിയാതിരിക്കുകയോ ചെയ്തപ്പോൾ 700 വർഷത്തിനപ്പുറമായി പ്രവാചകന്മാർ പ്രവചിച്ചത് മുഖാന്തരം പ്രവാചകന്മാർ മാറി മാറി പ്രവചിച്ചതുപോലെ അങ്ങ് പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഒരുവൻ പിറവിയെടുത്തു. അവനത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിലൂടെ മാത്രം പാപവിമോചനം, ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും. ആ യേശു ക്രിസ്തു ഭൂപരപ്പിൽ ജാതനായി 33 തിരുവയസ്സുകാലം താൻ ഭൂമിയിൽ ജീവിച്ചു. സ്വന്തം മാതാപിതാക്കൾക്ക് അനുസരണയുള്ള ഒരു പൈതലായി 12 വർഷക്കാലം താൻ തന്റെ ഭവനത്തിൽ ജീവിച്ച്, തുടർന്ന് താൻ 30 വയസ്സുകാലം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന മാതൃകയെ കാട്ടിക്കൊടുത്ത് ഒരു ഉത്തമ പൗരനായി സമൂഹത്തിൽ ജീവിച്ച് 30-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ദൗത്യം നിറവേറ്റുന്നതിനായി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി തന്റെ ശുശ്രൂഷകളെല്ലാം ഭൂപരപ്പിൽ ചെയ്തെടുത്തു. 33 തിരുവയസ്സുകാലം ഭൂമിയിൽ ജീവിച്ച് കാൽവരിയുടെ കൊലക്കളത്തിൽ സകല മാനവന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കുന്ന അഖിലാണ്ടത്തിന്റെ നായകൻ, അഖില പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ് യാഗമായി മാറി. വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് അരക്കെട്ടിട്ടുറപ്പിച്ചു പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, സകല പാപവും എന്നല്ല, സകല പാപത്തെയും പോക്കി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി അവനിയിലേക്ക് അവതരിച്ചു വന്നവനത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദിയോടന്തം എന്ന് പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സന്തോഷവും സമാധാനവും പാപത്തിന്റെ വിമോചനവും തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ, ഈ സമൂഹത്തെ നോക്കിക്കൊണ്ട്, പ്രബുദ്ധരായ പ്രദേശവാസികളെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം മാത്രമേ വിളിച്ചു പറയുവാനുള്ളൂ: ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഒരു പിടി കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ ആരും സ്നേഹിക്കുവാനില്ല. ഞാൻ സ്നേഹിച്ച് എന്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു പോയി, ഞാൻ ജന്മം നൽകി എന്റെ മകൻ എന്നെ നോക്കുന്നില്ല, ഞാൻ സ്നേഹിച്ച് എന്റെ ഭർത്താവിന് എന്നെ വേണ്ട, എന്റെ തലമുറകൾക്ക് എന്നെ വേണ്ട, ഇനി മരണമല്ലാതെ മറ്റൊരു വഴി എന്റെ മുമ്പിലില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുപ്പോടുകൂടി ഇരിപ്പുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, ഈ സന്ദേശം താങ്കൾക്കുള്ളതാണ്. പ്രിയ സഹോദരി, ഈ സന്ദേശം താങ്കൾക്കുള്ളതാണ്. പ്രേമിച്ചിട്ട് സ്നേഹിച്ചിട്ട് സ്നേഹമാണെന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഉപേക്ഷിച്ചു പോയതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചാക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദര, സഹോദരി, എന്റെ പ്രിയ കൂട്ടുകാരാ, ഈ സന്ദേശം താങ്കൾക്കുള്ളതാണ്. ആരും സ്നേഹിക്കാനില്ലാത്തവന് വേണ്ടി സ്നേഹം നൽകി തരുന്ന, ആരും സ്നേഹിക്കാനില്ലാത്തവന് വേണ്ടി ഇറങ്ങി വന്ന, ആരും സ്നേഹിക്കാനില്ലാത്തവന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ സ്നേഹത്തെ പ്രദർശിപ്പിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയരെ, ആ യേശു ക്രിസ്തു താങ്കളെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ പരിഹാരമല്ല, ജീവിതത്തിന്റെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് താങ്കൾക്കൊരു പരിഹാരമല്ല. യേശുവിലേക്ക് കടന്നു വന്നാൽ ആ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എന്ന് അത്യുത്സരം അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ഭൂമിയിൽ വന്നു എന്ന്
വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രന്ഥങ്ങൾ അനവധി പരിശോധിച്ചുവാൽ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. പാപത്തെ നീക്കുവാൻ വേണ്ടി നിരവധി വ്യക്തിപ്രഭാവങ്ങൾ, അവതാരങ്ങൾ ഭൂമിയിലേക്ക് അവതാരപ്പിറവിയെടുത്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി പാപിയെ നിഗ്രഹിച്ചിട്ട് പാപം നീക്കിയിട്ട് കടന്നുപോയ ചരിത്രങ്ങൾ പല പ്രത്യാശാസ്ത്രങ്ങളും പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്നതായി യേശുക്രിസ്തു ഉണ്ടല്ലോ, അവൻ പാപിയെ നിഗ്രഹിച്ചിട്ട് പാപത്തിന് നീക്കം വരുത്തുവാൻ വേണ്ടി കടന്നു വന്നൊരു വ്യക്തിയല്ല, മറിച്ച് പാപത്തെ വരത്ത് പാപിയെ സ്നേഹിച്ച് പാപിയെ പാവനാത്മാവാക്കുവാൻ വേണ്ടി ഇഹത്തിലേക്ക് അവതരിച്ച ഒരേ ഒരു വ്യക്തിപ്രഭാവമുണ്ടെങ്കിൽ അവനത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. എന്താണ് വേദപുസ്തകത്തിന് നിസ്തുല്യത? നമുക്കറിയാം, നിരവധി എഴുത്തുകാർ നിറയപ്പെട്ടതായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പേ കേരളത്തിന്റെ അഭിമാനമായിരുന്ന പ്രിയ MD വാസുദേവൻ നായർ മഞ്ഞ എന്ന കൃതികൾ രചിച്ചതായ നിരവധി കൃതികൾ രചിച്ചതായ ആ വ്യക്തി ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെട്ടു പോയി. നമുക്കേവർക്കും സുപരിചിതമാണ് മാധവിക്കുട്ടി എഴുതിയ കൃതികൾ പലതും നമുക്ക് സുപരിചിതമാണ്. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹത്തിന്റെ പല കൃതികളും നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്, ഈ കൃതികളെല്ലാം നമുക്ക് സുപരിചിതമാണ് എങ്കിൽ പോലും ഒരു കാലത്ത് ഭൂമിയിൽ ജനിച്ച് 70-80 കാലഘട്ടങ്ങൾ ഭൂമിയിൽ ജീവിച്ച് അനന്തരം ഭൂമിയിൽ നിന്ന് മൺമറയപ്പെട്ടു പോകുന്ന എഴുത്തുകാരായിട്ടൊക്കെ അവരൊക്കെ അങ്ങ് ശേഷിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ എഴുത്തുകാരൻ അന്നു മുതൽ ഇന്നു വരെയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുന്ന സാക്ഷാൽ ദൈവം എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്ന് പറഞ്ഞ് 3 ഭൂഖണ്ഡങ്ങൾ, രാജതന്ത്രജ്ഞന്മാർ, പ്രവാചകന്മാർ, ആട്ടിടയന്മാർ, മുക്കുവന്മാർ തുടങ്ങി 40-ൽ പരം വിദ്യാസമ്പന്നരും വിദ്യാഹീനരുമായ എഴുത്തുകാർ, കാരാഗ്രഹം, കൽത്തുറങ്ക്, കപ്പൽ യാത്ര, മരുഭൂമി, കൊട്ടാരം, വനാന്തരം തുടങ്ങി പല ദ്വീപസമൂഹങ്ങളിൽ ഇരുന്നുകൊണ്ട് 1600-ൽ പരം വർഷങ്ങൾ എടുത്തുകൊണ്ട് എഴുതി തീർത്ത ആദ്യ മുതൽ അവസാനത്തോളം ഒന്ന് പരിശോധിക്കുമ്പോൾ അക്കമിട്ടടിവരകിട്ടിട്ട് ആശയങ്ങൾക്കാകട്ടെ, തത്വങ്ങൾക്കാകട്ടെ, സംഘങ്ങൾക്കാകട്ടെ ഒരു മാറ്റവും വരാതെ എഴുതി തീർത്ത ഒരേ ഒരു ഗ്രന്ഥമിഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ അത്രേ. ഒന്നുകൂടി എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം എന്ന് പറഞ്ഞ 5 ഗ്രന്ഥങ്ങൾ എഴുതി ആദ്യ എഴുത്തുകാരനായ മോശ മരിച്ച് 1450 വർഷത്തിന് ശേഷം അവസാന എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലൻ ജനിച്ച് ആ അപ്പോസ്തലനിൽ കൂടി അവസാന ഗ്രന്ഥവുമായ വെളിപ്പാട് പുസ്തകവും എഴുതി അവസാന വിരാമ കുത്തുമിട്ട ഒരേ ഒരു നിസ്തുല്യതയുള്ള ഒരേ ഒരു ആധികാരികത അവകാശപ്പെടുവാൻ കഴിയുന്നൊരു ഗ്രന്ഥം, അതത്രേ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ നിസ്തുല്യമായ ആ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിച്ചു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. എങ്ങനെയായിരുന്നു യേശുക്രിസ്തു വിഭാവനം ചെയ്ത പാപത്തിന്റെ വിമോചനം എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: 33 ലക്ഷത്തി വയസ്സുകാലം ഭൂമിയിൽ ജീവിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ഗത്സമന തോട്ടത്തിൽ വെച്ച് റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് ഗബത എന്ന കൽത്തളത്തിൽ തകർക്കപ്പെട്ട് ഗോൽഗോഥ എന്ന അക്കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് പച്ചപ്പൈന്മരക്രൂശും ചുമന്നുകൊണ്ട് 7 മൈൽ ദൂരം 14 വട്ടം വീട് വീഴുന്നാറ്റും ആറ്റും തൊപ്പലുമേറ്റപ്പെട്ടവനായി നടന്നു നീങ്ങിപ്പോയി അക്കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകരപ്പെട്ടു, എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടു. 6 കോടതികളിൽ മാറി മാറി വിസ്തരിച്ച
വിസ്തരിച്ചിട്ടും 3 മതകോടതികളിലും 3 സിവിൽ കോടതികളിലും മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനിൽ ഒരു പാപവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് 6 കോടതികളും മുദ്രകുത്തിയ ആ പാപമില്ലാത്ത പാപമേക്കാത്തവനായ കുഞ്ഞാട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമാകുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് തകരപ്പെട്ടവനായി, ഉടയപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം അടിച്ചടക്കപ്പെട്ടവനായി, ശരീരം മുഴവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി, ചാട്ടവാറടിയേറ്റവനായി കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് എന്റെ കർത്താവായ യേശുക്രിസ്തു നടന്നു നീങ്ങിപ്പോയി. കാൽവരിയുടെ കൊലക്കളത്തിൽ യേശുക്രിസ്തുവിന്റെ കരങ്ങൾ അദ്ദേഹം ചുമന്നുകൊണ്ടുവന്ന ക്രൂശിന്റെ ഇരുവശങ്ങളിലേക്കും വലിച്ചു നീട്ടിയിട്ട് കരങ്ങളിൽ കാലിലും പാണികൾ കരുത്തോടെ റോമൻ പടയാളികൾ അടിച്ചിറക്കി എന്റെ യേശുവിനെ കാൽവരിയുടെ കൊലക്കളത്തിൽ ആ കാൽവരിയിൽ ക്രൂശിന്മേൽ തറച്ചു. വെട്ടിയുണ്ടാക്കിയ പാറയ്ക്കുള്ളിലേക്ക് ഈ ക്രൂശെടുത്ത് ഇട്ടിട്ട് യേശുവിന്റെ മരണം കാത്തുകൊണ്ട് ഒരു കൂട്ടം റോമൻ പടയാളികൾ നോക്കി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. പ്രിയരെ, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സകല കർമ്മങ്ങളും സർവബലികളും സകലതും ബലിപീഠത്തിങ്കൽ അവസാനിപ്പിച്ചപ്പോൾ, സകലതും ബലിപീഠം കൊണ്ട് അവസാനിച്ചപ്പോൾ റോമൻ പടയാളികൾ നോക്കി നിന്നിട്ട് വിധിയെഴുതി. പീലാത്തോസിന്റെ ഗവൺമെന്റ് വിധിയെഴുതി. നോക്കി നിന്ന പരീശന്മാരും ചുങ്കക്കാരും സകലരും വിധിയെഴുതി. ഈ നസ്രയനായ യേശുക്രിസ്തു ഇവന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇവൻ കാൽവറിയിൽ കൊണ്ടൊടുങ്ങിപ്പോയി എന്ന് വിചാരിച്ചിടത്തു നിന്ന് പ്രിയമുള്ളവരെ, കാൽവറിയെ ജയിച്ചുകൊണ്ട്, പാതാളത്തെ ജയിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലസ്തീനിന്റെ മണ്ണിൽ ഒരുവൻ തിരികെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ, ഒരുവൻ മരണത്തെ ജയിച്ചിട്ടുണ്ട് എങ്കിൽ, പാതാളമെന്നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനത്തെ ഞങ്ങളെ പകലിലും പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തുവിന്റെ ബലി കൊണ്ട്, ആ യേശുക്രിസ്തുവിന്റേതായ ആ യാഗം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടല്ലാതെ മാനവരാശിക്ക്, മനുഷ്യന് പാപത്തിന്റെ വിമോചനം ലഭ്യമാകത്തില്ല എന്നുള്ളത് ആരവാരങ്ങളോട്, അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ അരക്കെട്ടിട്ടുറപ്പിച്ചുകൊണ്ട് ഈ ദേശത്തോട് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ. ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ കാൽവരിയിൽ തകർക്കപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും പാലസ്തീനിന്റെ മണ്ണിൽ തുറക്കപ്പെട്ട് കിടക്കുകയാ. അനേക കല്ലറകളിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ എന്റെ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്നത്. ഇറാഖിന്റെ മണ്ണിലേക്കൊന്ന് ചെന്ന് കഴിഞ്ഞ 917 ഹെക്ടേഴ്സ് വിസ്തൃതിയിൽ നീണ്ടെന്ന് പറഞ്ഞു കിടക്കുന്ന വാടി അൽ സലാം എന്ന സിമിത്തേരി കാണാം. ആ സിമിത്തേരിയുടെ മുമ്പിൽ നിരവധി മഹത് വ്യക്തികളെ, മഹത് പ്രഭാവമുള്ള മഹത് വ്യക്തികളെ, രാജാക്കന്മാരെ, രാജ്ഞിമാരെ, അനവധി രാഷ്ട്രീയ നേതാക്കന്മാരെ, തത്വചിന്തകന്മാരെ, തത്വജ്ഞാനികളെയെല്ലാം അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം എഴുതി വെച്ച കാര്യപ്രകാരമാണ് RIP, റെസ്റ്റ് ഇൻ പീസ്, അവരിവിടെ വിശ്രമിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് ചെന്ന് നോക്ക്. പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അതിന്റെ മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന വാചകം അഭിമാനപുരസ്കരം നിങ്ങൾ വിളിച്ചു പറയാം: അവനിവിടെയില്ല, അവനിവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഉലക ചരിത്രത്തിൽ തുറക്കപ്പെട്ടൊരു കല്ലറയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. ആ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യന് പാപത്തിന്റെ വിമോചനമുള്ളൂ. ആ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ മാനവജാതിക്ക് സമാധാനവും സന്തോഷവും മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, സമൂഹത്തിന്റെ ധാർമ്മികത പ്രവർത്തനങ്ങളിൽ നിന്നും വിമോചനം നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വാസ്തവമായൊരു സത്യം തന്നെയാണ്. ആ യേശു കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ മരിച്ച് അരിമത്യേക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കി 3-ാം നാളിൽ റോമൻ പടയാളികളുടെ
കാവലിനെ ഭേദിച്ചുകൊണ്ട് പിലാത്തോസിന്റെ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്രകളെയും തകർത്തുകൊണ്ട് പുറത്തു വന്നിട്ട് 40 ദിവസക്കാലം പിന്നെയും ചരിത്രത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഭൂമിയിൽ പിന്നെയും തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഗലീല പുരുഷന്മാരെ സാക്ഷി നിർത്തി ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയതുപോലെ തന്നെ എന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും വാനമേഘത്തിൽ പ്രത്യക്ഷമാകുമെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, മനുഷ്യനെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശം അത് യേശുക്രിസ്തുവിന്റെ സന്ദേശം ഒന്ന് മാത്രമാണ്. പ്രിയരെ, ഒരുപക്ഷെ നാളെ നിങ്ങൾ ഈ സന്ദേശം കേട്ടില്ല എന്ന് വരാം. മരണമെന്ന കടുത്ത വേട്ടനായ എപ്പോഴാണ് നമ്മളെയും കടിച്ചു കീറി കൊതറിയെറിയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാളെ ഈ സന്ദേശം കേൾക്കുവാൻ വഴിയില്ല. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ മരണം കൊണ്ടൊന്നും ഇവിടെ ഒടുങ്ങിപ്പോകുന്നില്ല കേട്ടോ. ഈ മരണം കൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. മരണത്തിനപ്പുറവും മനുഷ്യനൊരു ജീവിതമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിന്റെ നിത്യശാന്തിക്കും നിത്യമോക്ഷത്തിനും വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്. അങ്ങനെ മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് താങ്കൾക്ക് ആനയിക്കപ്പെടണമെങ്കിൽ, ആ നിത്യതയിലേക്ക് താങ്കൾക്ക് എത്തിപ്പെടണമെങ്കിൽ അതിന്റെ ഒരേ ഒരു മാർഗം ഞങ്ങൾ പ്രസന്ന യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഇപ്പകലിൽ താങ്കൾ ഏറ്റുപറയുക. ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ, പ്രിയമുള്ളവരെ, താങ്കളും രക്ഷിക്കപ്പെടും. താങ്കളും ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നിത്യത എന്നത് വെറും കളിവാക്കല്ല. നിത്യത എന്ന് പറയുന്നത് ഒരു പൊട്ടച്ചൊല്ലല്ല. പാപമോചനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഞങ്ങൾ കേട്ടുകേൾവിയും പിടിച്ചുകൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾ പ്രസംഗിച്ച ആധികാരികതയുള്ള നിസ്തുല്യമായ ആ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയെങ്കിൽ ആ നിത്യത സത്യമൊന്നു തന്നെയാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ദേശത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ആഹ്വാനം കൂടി നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ആവർത്തിച്ചുരുവിട്ട് പറയാം, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. നാളെ എന്നത് നമ്മുടെ മുമ്പിലുണ്ടോ എന്നറിയില്ല. ആയതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഈ അമ്പരപ്പരപ്പിൽ പാരിഞ്ചുവട്ടിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേയുള്ളൂ. അതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ പ്രഭാഷണത്തെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രബുദ്ധരായ പ്രദേശവാസികൾക്കും എന്റെ നന്ദി അറിയിക്കുന്ന ഈ അവസരം ഒരുക്കി തന്നതായ ഇവിടുത്തെ സഭയ്ക്കും കാൽവറി ഗോസ്പൽ ടീമിനുമുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.